ഹായ് നമസ്കാരം. നമ്മൾ കൊല്ലിമല യാത്രയിൽ കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫോളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ആഗായ ഗംഗ എന്നാണ് ഈ ഒരു വാട്ടർഫോളിൻ്റെ പേര്. കൊല്ലിമല എന്ന് പറയുമ്പോൾ നമ്മൾ 70ഓളം ഹെയർ പിൻ ബെൻഡുകൾ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർഫോളിൽ സന്ദർശിക്കുന്നതിനുള്ള ടിക്കറ്റ് നിരക്ക് 30 രൂപയാണ് വലിയവർക്ക്, കുട്ടികൾക്ക് 20 രൂപയും. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ്. ഇവിടെ നമ്മൾ സന്ദർശിക്കുമ്പോൾ തീപ്പെട്ടി, അതുപോലെ സോപ്പ്, ഷാമ്പു ഇതൊന്നും ഈ ഒരു വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ഇവർ അനുവദിക്കില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ 1196 പടികൾ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ ഒരു വാട്ടർഫോളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പം 1 കിലോമീറ്ററോളം ഏകദേശം ഒരു ദൂരം നമ്മൾ നടന്നിട്ട് വേണം, ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അടുത്തെത്തുവാനായിട്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് ഈ 1196 പടികൾ ഇറങ്ങി വാട്ടർഫോളെല്ലാം കണ്ട് കുളിച്ച് നമ്മൾ തിരിച്ച് ഇതേ റൂട്ട് തന്നെ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. നമ്മൾ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 1196 പടികൾ ഇറങ്ങുകയും വേണം, അത് തിരിച്ച് കയറുകയും വേണം നമ്മൾ. ആഗായ ഗംഗ, ആകാശഗംഗ എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. കോലി ഹിൽസിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ഒരു വാട്ടർഫോള്. മുന്നൂറ് അടി ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം പതിക്കുന്നത്. അയ്യാറു നദിയിൽ നിന്നാണ് ഈ വാട്ടർഫോൾ രൂപപ്പെടുന്നത്. 1196 പടികൾ ഇറങ്ങി വേണം ഇതിലേക്ക് എത്താൻ. 30 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് താഴെ എത്തിച്ചേരാം. എന്നാൽ 1 മണിക്കൂർ വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്തുവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം നമ്മൾ കരുതണം, അതുപോലെ സ്നാക്സ്. അപ്പം കുറേ നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി, അപ്പോൾ തുടർച്ചയായ സ്റ്റെപ്പുകളല്ല, കുറച്ച് സ്റ്റെപ്പ്, പിന്നെ കുറച്ച് ദൂരം നടന്ന്, അതുപോലെ കുറച്ച് സ്റ്റെപ്പ്. അപ്പം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തെടുത്ത് നമുക്ക് ഇറങ്ങിയും കയറിയും നമുക്ക് സുഖമായിട്ട് ഇവിടെ എത്തിച്ചേരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. ചുറ്റും മലകളാണ്, അതുപോലെ തന്നെ ചുറ്റും പച്ചപ്പാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റെല്ലാം നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് നമുക്ക് വീണ്ടും ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയും കയറുകയും എല്ലാം ചെയ്യാം. അതുപോലെ സ്നാക്സും വെള്ളവും നമ്മൾ കരുതേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊന്നും നമുക്ക് കിട്ടത്തില്ല അത്.
അങ്ങനെ നമ്മൾ പടികളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഏകദേശം 200 മീറ്ററോളം കൂടി നമ്മൾ നടന്നു വേണം വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താനായിട്ട്. വലിയ കല്ലുകളും പാറകളും കൂടിയുള്ള വഴിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മൾ ആഗായ ഗംഗ വാട്ടർഫോളിൽ എത്തിച്ചേർന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ ഒരു വാട്ടർഫോൾ. നമ്മൾ സ്പ്രേ ചെയ്യുന്നത് പോലെ നമുക്ക് വെള്ളം പതിക്കുന്നത് കാണുന്നത്. ഏകദേശം 300 അടിയിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പം നിറയെ ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്. നമുക്ക് വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് ഒരു കുഞ്ഞു ജലാശയം പോലുള്ളത് കടന്നിട്ട് വേണം നമ്മൾ അവിടെ എത്തുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കയർ കെട്ടിയിട്ടുണ്ട്. ആ കയർ പിടിച്ചാൽ നമുക്ക് ഈ ഒരു ജലാശയം നമുക്ക് സുഖമായിട്ട് നമുക്ക് കടക്കാം. അപ്പം എല്ലാ ഭാഗവും നമ്മൾ ഈ കാണുന്നത് വലിയ പാറക്കെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചുറ്റുപാടും കാടായിട്ടുള്ള ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന്. അപ്പോൾ നിങ്ങൾ കൊല്ലി ഹിൽസ് സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ആഗായ ഗംഗ വാട്ടർഫോൾ. നമുക്ക് കുളിക്കാനുള്ള നല്ല സൗകര്യമുണ്ട് ഇവിടെ. குளிக்கிறீங்களா? நல்லதாக இருக்குது பார்க்குறதுக்கு. ஆமாம்.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.